അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എന്നും മുഴങ്ങിക്കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. വികസനം ആർക്ക് വേണ്ടി, എപ്പോൾ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം റോഡ് പണികളും പാലം നിർമ്മാണങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ദ്രുതഗതിയിലായിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിച്ച വഴികൾ ഒറ്റ രാത്രി കൊണ്ട് ടാറിംഗ് ജോലികൾ ചെയ്ത് മിനുക്കിയെടുക്കുമ്പോൾ ഇതിപ്പോൾ തന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിലും ഉയരും. കാലങ്ങളായി ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന പദ്ധതികൾക്ക് പെട്ടെന്ന് ജീവൻ വെച്ചതും പാതി വഴിയിൽ നിലച്ച ബസ് സർവീസുകൾ പുനരാരംഭിച്ചതും കേവലം യാദൃച്ഛികതയായി കാണാൻ കഴിയുമോ? അതോ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു താൽക്കാലിക തന്ത്രം മാത്രമാണോ ഈ വികസനം? ഈ ചോദ്യങ്ങളുടെ ആഴങ്ങളിലേക്കാണ് നമുക്ക് ഇപ്പോൾ കടന്നു ചെല്ലേണ്ടത്. ഒരു ജനപ്രതിനിധിയുടെ കാലാവധി പൊതുവെ 5 വർഷമാണ്. ഈ 5 വർഷം എന്നത് ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് പര്യാപ്തമായ ദീർഘമായ കാലയളവ് തന്നെയാണ്. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത ആദ്യ 4 വർഷം പദ്ധതികളുടെ പ്രാരംഭ നടപടികളിലോ അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കുന്നതിലുള്ള കാലതാമസമോ അതുമല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിലുള്ള അനാസ്ഥകളിലോ കുരുങ്ങിക്കിടക്കുന്നു എന്നതാണ്. വികസനത്തിൻ്റെ ക്ലൈമാക്സ് എപ്പോഴും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള മാസങ്ങളിലേക്കായി ഒതുങ്ങുന്നു. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും റോഡുകളുടെ അവസ്ഥ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. മഴക്കാലത്ത് കുളങ്ങളായും വേനൽക്കാലത്ത് പൊടിപടലങ്ങളുമായി മാറുന്ന റോഡുകൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് വർഷങ്ങളോളം പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആവശ്യമായ നിലവാരമില്ലാത്ത തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികളും ടാറിങ്ങുകളുമായി കരാറുകാർ രംഗപ്രവേശം ചെയ്യുന്നു. ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് നടന്നല്ലോ എന്ന ചിന്തയിൽ വോട്ടർമാർ താൽക്കാലികമായി സംതൃപ്തരാകുന്നു. ഈ താൽക്കാലിക ശമനം ദീർഘകാല പ്രശ്നങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു മറ മാത്രമായി മാറുന്നുണ്ടോ? ഈ അവസാന നിമിഷത്തെ ഓട്ടം വികസനത്തോടുള്ള പ്രതിബദ്ധതയുടെ സൂചനയല്ല, മറിച്ച് അധികാരത്തിലുള്ളവൻ്റെ അതിജീവന തന്ത്രമാണെന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഭരണകൂടങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങൾ മുൻപ് നൽകിയ വാഗ്ദാനങ്ങളുടെ കണക്കെടുപ്പാണ്. മിക്കപ്പോഴും പ്രകടന പത്രികയിലെ വലിയൊരു ഭാഗം വാഗ്ദാനങ്ങളും പൂർത്തിയാകാതെ കിടക്കുന്നുണ്ടാകും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ ഏറ്റവും എളുപ്പമായ മാർഗം കാണാൻ കഴിയുന്നതും ഉടൻ ഫലം തരുന്നതുമായ ചില പദ്ധതികൾ തിരക്കിട്ട് പൂർണ്ണരൂപം നൽകുക എന്നതാണ്. സ്ഥലമേറ്റെടുക്കൽ തർക്കങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, ഫണ്ടിൻ്റെ അപര്യാപ്തത തുടങ്ങിയ കാരണങ്ങളാൽ വർഷങ്ങളോളം ഇഴഞ്ഞു നീങ്ങിയ പാലം നിർമ്മാണ പദ്ധതികൾ പെട്ടെന്ന് പുനരാരംഭിക്കുന്നതിലൂടെ ഭരണകൂടം തങ്ങളുടെ വികസന താൽപ്പര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പൂർത്തിയാവാത്ത മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ മറികടക്കാൻ ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന റോഡുകളുടെയും പൊതു ഇടങ്ങളുടെയും സൗന്ദര്യവൽക്കരണം പോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പല സ്ഥലങ്ങളിലും ഒരു പ്രത്യേക പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം 4 വർഷം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ ഒരു പുതിയ ടാങ്ക് സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഇത് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം പരിഹരിക്കുന്നതിനേക്കാൾ വോട്ടർമാരുടെ പെട്ടെന്നുള്ള വിശ്വാസം നേടാനുള്ള പോപ്പുലിസ്റ്റ് അഥവാ ജനപ്രിയ സമീപനമാണ്. ഈ താൽക്കാലിക പരിഹാരങ്ങൾ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നതിലുപരി ജനങ്ങളോടുള്ള വെല്ലുവിളിയായി കാണേണ്ടി വരും. ഈ തിരക്കിട്ട വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സുപ്രധാന വിഷയമായ വികസനത്തിൻ്റെ തുടർ കാഴ്ചപ്പാടുകൾ പലപ്പോഴും അപ്രസക്തമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ വാർഡിലും നടപ്പാക്കേണ്ട മൈക്രോ ലെവൽ വികസനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. മാലിന്യ നിർമ്മാർജ്ജനം, പ്രാദേശിക ആരോഗ്യ സംരക്ഷണം, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ മുന്നണികളുടെ ശ്രദ്ധ പൂർണ്ണമായും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കും വ്യക്തിപരമായ പ്രചാരണങ്ങളിലേക്കും വഴിമാറുന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്ന ചർച്ചകളിലേക്ക് വോട്ടർമാരുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നതോടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പിന്നോട്ടു പോകുന്നു. കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണനിലവാരം എന്താണ്? ഇനി എന്ത് വികസനമാണ് ഈ പ്രദേശത്തിന് ആവശ്യം? തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ആകർഷണീയതയ്ക്ക് പിന്നിൽ മറഞ്ഞു പോകുന്നു. ഇത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമാണ്. വികസനത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയെ മുന്നണികൾ ഭയപ്പെടുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. 5 വർഷക്കാലം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കണ്ണടച്ച ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വികസനം എണ്ണിപ്പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ നടത്തിയ തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികളെ വലിയ വികസന നേട്ടങ്ങളായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വോട്ടർമാർ അറിവോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. വോട്ടർമാർ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നത്? ഈ തിരക്കിട്ട് പൂർത്തിയാക്കിയ ജോലികൾക്ക് എത്രത്തോളം ഗുണനിലവാരമുണ്ട്? അടുത്ത മഴക്കാലത്ത് ഇത് വീണ്ടും തകരുമോ? എൻ്റെ പ്രദേശത്തെ അടിസ്ഥാന പ്രശ്നം, ഉദാഹരണത്തിന് കുടിവെള്ളം അല്ലെങ്കിൽ തകർന്ന റോഡ്, ഇത് പരിഹരിക്കാൻ എന്ത് ദീർഘകാല പദ്ധതിയാണ് അവതരിപ്പിക്കുന്നത്?
അല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു താൽക്കാലിക സെറ്റപ്പാണോ നമുക്ക് വേണ്ടത്? വികസനം എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്, അല്ലാതെ 5 വർഷത്തിലൊരിക്കൽ വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു താൽക്കാലിക പരിപാടിയല്ല. ഭരണത്തിലിരിക്കുമ്പോൾ വികസനത്തെ ഒരു ഔദാര്യം പോലെ അവതരിപ്പിക്കുമ്പോൾ അതോരോ പൗരൻ്റെയും അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് നാം തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വികസന പ്രളയം ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം. ജനപ്രതിനിധികളെ കൃത്യമായ ഇടവേളകളിൽ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദ്രുതഗതിയിലാകുന്ന വികസന പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കപ്പുറം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഭയമാണ് എന്നത് ഖേദകരമാണ്. ഈ പ്രവണത ജനങ്ങളെ വെല്ലുവിളിക്കലാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ മുൻപുണ്ടായിരുന്നെങ്കിൽ ഈ അവസാന നിമിഷത്തെ ഓട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. എങ്കിലും ഈ തിരക്കിട്ട പണികൾ ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. വോട്ടർമാർ നൽകുന്ന സമ്മർദ്ദം രാഷ്ട്രീയക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പര്യാപ്തമാണ്. അതിനാൽ ഈ താൽക്കാലിക വികസനത്തിൽ സംതൃപ്തരാകാതെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും ദീർഘകാല വികസന കാഴ്ചപ്പാടുകളുള്ള സ്ഥാനാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കാനും വോട്ടർമാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അടുത്ത 5 വർഷവും നാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും, അതായത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ. വോട്ടർമാർ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരായാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള താൽക്കാലിക വികസന തന്ത്രങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ.